നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ SSLC, ITI, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ, ഡിപ്ലോമ, അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അഡ്വർടൈസ്മെന്റ് നമ്പർ 3/2024. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഇവിടെ കാണാൻ പറ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടെ കാണാം എന്താണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു മിനിരത്ന കാറ്റഗറി കമ്പനിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് ഷിപ്പ് ഫോർ ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, അതുപോലെ തന്നെ ഫോർ അതർ കസ്റ്റമർ ഇൻക്ലൂഡിങ് ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ്. അതായത് നമ്മുടെ രാജ്യവുമായിട്ട് വളരെ നല്ല സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഷിപ്പൊക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുക, ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡിഫൻസിന് വേണ്ടിയിട്ട്, അത് ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇതിനൊക്കെ വേണ്ടിയുള്ള ഷിപ്പ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, അതുപോലെ അത് ബിൽഡ് ചെയ്യുക. അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ പറയുന്ന ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേക കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലൊക്കെ അപ്രന്റീഷിപ്പ് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ ജൂനിയേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കുക. കാരണം അവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കാനും അപ്രന്റീഷിപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അപ്രന്റീഷിപ്പും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള അഡ്വാൻസ് ട്രെയിനിങ് ഒക്കെ അവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്തൊക്കെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് എപ്പോഴും പറയുന്നത്. അപ്പോൾ നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും പെർമനൻറ്റ് വാക്കൻസി അല്ല, കരാർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി ഒക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. 48,000 മുതൽ വിവിധ സാലറി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമുക്ക് പീരീഡ് അത് കണക്കാക്കുന്നത് ഇനീഷ്യലി 3 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മളെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് 2 വർഷത്തേക്കുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ പെർഫോമൻസും കമ്പനിയുടെ റിക്കമെൻഡ് അനുസരിച്ച് അതായത് നമുക്ക് മാക്സിമം 5 വർഷം വരെ എന്ത് ചെയ്യാം, നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വേക്കൻസി അതുപോലെ കാര്യങ്ങളൊക്കെ നോക്കാം. സാലറി, ഏജ് ലിമിറ്റ് ഒക്കെ നോക്കാം. അപ്പോൾ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് HR ആണ്, 2 വേക്കൻസിയാണ്. ജനറലാണ് 2 വേക്കൻസിയും വന്നിരിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. SC ST OBC AWS ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇതിൻ്റെ കൺസൾട്ടേറ്റഡ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആദ്യത്തെ വർഷം നമുക്ക് 48,000, അതുപോലെ രണ്ടാമത്തെ വർഷം നമുക്ക് 50,400 ദെൻ മൂന്നാമത്തെ വർഷം 53,000. അപ്പോൾ ഇതിൽ ഏജ് ലിമിറ്റ് വരുന്നത് 36 കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് ഹിന്ദി ട്രാൻസ്ലേറ്ററാണ്, 1 വേക്കൻസിയാണ്. ഇതിൽ നമുക്ക് ജനറലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ആർക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 33 ഏജ് ലിമിറ്റ്. സാലറി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നോക്കാവുന്നതാണ്. ഇതിനടുത്ത 3ാമത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് കമ്പനി സെക്രട്ടറി ആണ്. ഇതിൽ നമുക്കൊരു വേക്കൻസിന് ജനറലാണ് വിളിച്ചിരിക്കുന്നത്. 33 ഏജ് ലിമിറ്റ്. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും നമുക്ക് ഏജ് ലിമിറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏജ് ലിമിറ്റ് നമ്മൾ പറയാം. ഇതിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലാണ്, 4 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അതിൽ OBC 1, ജനറൽ 3. ജനറലിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാറ്റഗറിയിൽ വേക്കൻസി ഇല്ലാതെ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, നിങ്ങൾക്ക് ജനറലിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, SC ST കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിൽ 33 ഏജ് ലിമിറ്റ് വരുന്നത്. OBC ആണെങ്കിൽ അവർക്ക് 36 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്, ഇൻസ്ട്രുമെൻറ്റേഷൻ 1 വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജനറലാണ് 1 വേക്കൻസി, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 33 ഏജ് ലിമിറ്റ്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ വിളിച്ചിട്ട് 4 വേക്കൻസിയാണ്. OBC 1, AWS 1, ജനറൽ 2. 33 ഏജ് ലിമിറ്റ്. OBC 36 വയസ്സിൽ അപ്ലൈ ചെയ്യാം. സാലറി ഒക്കെ നിങ്ങൾ നോക്കട്ടെ ഇവിടെ. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഷിപ്പ് ബിൽഡിംഗ് ആണ്, 20 വേക്കൻസിയിൽ വിളിച്ചിട്ടുണ്ട്. ST 3, OBC 3, AWS 2, ജനറൽ 10. ദെൻ PWD കാൻഡിഡേറ്റ്സിന് VH അവർക്ക് 1 വേക്കൻസി, PWD MH 1 വേക്കൻസി. അപ്പോൾ ഇതിൽ നമുക്ക് ഏജ് ലിമിറ്റ് 33. OBCക്ക് 36 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. 38 വയസ്സിൽ അപ്ലൈ ചെയ്യാം ST കാൻഡിഡേറ്റ്സിന് കേട്ടോ. ഇനി അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ 1 വേക്കൻസിയാണ്. ജനറലാണ് വേക്കൻസി, ആർക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 33 ഏജ് ലിമിറ്റ്. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് IT ആണ്, 1 വേക്കൻസിയാണ്. ജനറലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 33 ഏജ് ലിമിറ്റ്. ഇതിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ സ്റ്റാഫാണ്, 32 വേക്കൻസി ഇതിലുണ്ട്. ഇതിൽ ST 3, OBC 6, AWS 3, ജനറൽ 19, പിന്നെ PWDയിൽ 1 വേക്കൻസി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 36 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 41 വയസ്സിൽ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് അടുത്ത ഓഫീസ് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ആണ്. ഇതിൽ 6 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ST 1, ജനറൽ 5. ജനറലിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 33 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം.
ഇതിനടുത്ത് പെയിൻറ്ററാണ് 20 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. OBC 4, ST 2, EWS 1, ജനറൽ 13 അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. 36 ഏജ് ലിമിറ്റ്. OBCക്ക് 39 വയസ്സ് വരെയും STക്ക് 41 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് വെഹിക്കിൾ ഡ്രൈവറാണ് 5 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. OBC 1, ST 1, ജനറൽ 2, EWS 1 ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. 36 ഏജ് ലിമിറ്റ് വരുന്നത്. OBCക്ക് 39, STക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് റെക്കോർഡ് കീപ്പറാണ്. ഇതിൽ 3 വേക്കൻസിയാണ്. ജനറൽ 1, EWS 1, PWDക്ക് ഒരു വേക്കൻസി അങ്ങനെയാണ്. ഈ 33 ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് വരുന്നത്. കുക്കാണ് അടുത്ത ഡൽഹി ഓഫീസിലെ. ഇതിൽ ഒരു വേക്കൻസിയാണ്. ജനറലാണ് വേക്കൻസി ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 36 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ കുക്ക് 2 വേക്കൻസി. ജനറലാണ് 2 വേക്കൻസി വന്നിരിക്കുന്നത്. 33 ഏജ് ലിമിറ്റ്. പ്ലംബർ ഒരു വേക്കൻസി. ജനറലാണ് ഒരു വേക്കൻസി. 36 ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. ദെൻ സേഫ്റ്റി സ്റ്റുവാർഡ് ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി. ജനറൽ 1 വേക്കൻസി വന്നിരിക്കുന്നത്. 36 ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് മന്ത്ലി കിട്ടുന്ന ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്കിതിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്താലും അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങളുടെ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് BBA അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിനാണ് പറയുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ട് അപ്ലൈ ചെയ്യും, BBA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ അല്ലെങ്കിൽ ലേബർ ലോയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലേബർ വെൽഫെയറിലൊക്കെ ഉള്ള ആ ഒരു സ്പെഷ്യലൈസേഷനോടുകൂടി PG ഡിപ്ലോമ ഒക്കെ ഉണ്ടായിരിക്കണം. ഇനി ഏതെങ്കിലും ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് ചെയ്തവർക്ക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ BA സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ BA സോഷ്യോളജി കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. ദെൻ അടുത്തത് നമുക്ക് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് ഹിന്ദി ട്രാൻസ്ലേറ്ററാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദിയാണ്. ഹിന്ദിയിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളൂ. ഒരു വർഷത്തെ നമുക്ക് ഇന്നുപാടെ വേണം ഹിന്ദി ട്രാൻസ്ലേഷനുള്ള ഒരു ഡിപ്ലോമ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് കമ്പനി സെക്രട്ടറിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് വിത്ത് ഇൻ്റർ കമ്പനി സെക്രട്ടറി CS കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇലക്ട്രിക്കലും ഏതൊക്കെ കഴിഞ്ഞവർക്ക് വിവിധ അതിൻ്റെ അലൈഡ് സബ്ജക്റ്റ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട. ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഏതൊക്കെ കാറ്റഗറികൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ പറയും. ദെൻ അതിൽ 3 ഇയർ ഡിപ്ലോമ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിൽ വേണം. ദെൻ അടുത്തത് മെക്കാനിക്കൽ 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഷിപ്പ് ബിൽഡിംഗ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ ഇതിൽ നിങ്ങൾക്ക് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിലാണ്. സിവിലിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് IT ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡിപ്ലോമ ഇൻ IT അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ സ്റ്റാഫാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും 1 വർഷത്തെ ഈ പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ IT-യിലോ നിങ്ങൾ ബിരുദം കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ ആവശ്യമില്ല. അതായത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് 1 വർഷത്തെ എന്ത് വേണം ഈ പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ളൊരു വർഷത്തെ ഡ്യൂറേഷനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ല നമുക്ക് ഈ പറയുന്ന ബിരുദ തലത്തിൽ നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ IT ഒക്കെ നമ്മൾ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനടുത്തത് ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ഓർ ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് 1 ഇയർ എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇതിനടുത്തത് പെയിൻറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മിനിമം 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതുമായി ബന്ധപ്പെട്ട്. ഇതിനടുത്ത് വെഹിക്കിൾ ഡ്രൈവറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് എന്താണ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക വിത്ത് ബാഡ്ജും പാട് ഉണ്ടായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതിനടുത്ത് റെക്കോർഡ് കീപ്പറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് എന്താണ് 6 മന്ത് ഡ്യൂറേഷൻ വരുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ദെൻ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് കുക്ക് ഡൽഹി ഓഫീസിലേക്ക്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദെൻ അടുത്തത് കുക്ക് നമുക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ അടുത്തത് പ്ലംബറാണ്. ഇതിൽ നിങ്ങൾക്ക് ITI പ്ലംബർ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്ത് സേഫ്റ്റി സ്റ്റുവാർഡാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് 1 ഇയർ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ സേഫ്റ്റി മാനേജ്മെൻറ്റ് ഇത് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയർ ഡിപ്ലോമയും 10ാം ക്ലാസ്സും ഈ പറഞ്ഞിരിക്കുന്ന
സേഫ്റ്റി മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിലോ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലോ ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം കേട്ടോ. 5 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്കൊക്കെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ എക്സ്പീരിയൻസ് ഉള്ള വീഡിയോ ആണ് വിചാരിച്ചത് നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. കാരണം എങ്ങനെയെങ്കിലൊക്കെ ഇനിയും നോട്ടിഫിക്കേഷൻ വരും. ഇത്തരം മേഖലയിലൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി വെക്കുക, നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറയും, ഒരുപാടൊന്നും അപേക്ഷകരുണ്ടാവില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഇതിൽ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ, എക്സ്പീരിയൻസ് ഉള്ള വീഡിയോ ആണ് വിചാരിച്ച് കാണാതിരിക്കുന്നത്. ഇതൊക്കെ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുക. ഇതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ അടുത്ത റിക്രൂട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇനി അഡീഷണൽ നോട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗ്രൂപ്പ് ഓഫ് ഡിസിപ്ലിൻസ് ഏതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇവിടെ പറയുന്നുണ്ട്. മെക്കാനിക്കലിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യട്ടോ ഡിപ്ലോമ. ഈ ഇലക്ട്രിക്കലിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പറയില്ല, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ പറഞ്ഞ ഏതെങ്കിലും ഡിപ്ലോമയ്ക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. then കമ്പ്യൂട്ടർ ഐ ടിയിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയിലേക്ക് ഇതിലേതെങ്കിലും കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. സിവിൽ ആണെങ്കിൽ സിവിൽ, അല്ലെങ്കിൽ സിവിൽ ആൻഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ഇതിലേതെങ്കിലും കഴിഞ്ഞവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുപോലെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അല്ലെങ്കിൽ ടെക്നോളജി ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഏത് കഴിഞ്ഞവരാണെങ്കിലും ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നുള്ള അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഡിപ്ലോമ കഴിഞ്ഞവർക്ക്. ഇനി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിപ്ലോമയാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഡിപ്ലോമ ഇല്ലാതെ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഡിപ്ലോമ വിത്ത് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിപ്ലോമ ഇല്ലാതെ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് വെച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല, നിങ്ങൾ എലിജിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്രൈറ്റീരിയ ഫോർ സെലക്ഷനാണ്. എങ്ങനെയാണ് ഇതിലേക്ക് സെലക്ഷൻ വെച്ചാൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ സ്കിൽ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പെൻ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ തന്നെ 25% ജനറൽ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും, 75% നമ്മുടെ സബ്ജക്റ്റിൽ ട്രേഡ് റിലേറ്റഡുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും കേട്ടോ. ഇനി അപേക്ഷാ ഫീസ് 200 രൂപയാണ് അപേക്ഷാ ഫീസ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് നെറ്റ് ബാങ്ക് ഈസി ആയിട്ട് ഫീ അടയ്ക്കാം. SC/ST PWD എക്സ് സർവീസ്മാൻ എന്ന യാതൊരുവിധ ഫീസും കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് ഞാൻ അപ്രന്റീഷിപ്പിൻ്റെ ബെനിഫിറ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സിന് ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നമ്മളെന്താണ് ഏതെങ്കിലും കരാർ സെൻറ്ററിലുള്ള ജോലി ചെയ്തവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അപ്രന്റീഷിപ്പ് ചെയ്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ അപ്രന്റീഷിപ്പ് GSL ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് എന്ന പരിഗണനയിലാണ് നമ്മൾ വരിക. അവർക്ക് നമുക്ക് ഏജ് റിലാക്സേഷനും കിട്ടും, നമുക്ക് ഫീ റിലാക്സേഷനും കിട്ടും, പോസ്റ്റ് റിസർവേഷൻ നമുക്ക് വെയിറ്റേജും കിട്ടും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ബോണസ്, അതായത് കുറച്ച് ഒരു ഗ്രേസ് മാർക്കൊക്കെ പോലെ നമുക്ക് ഒരു അഡീഷണൽ വെയിറ്റേജ് നമുക്ക് തരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റിട്ടൺ ടെസ്റ്റ് എഴുതണം, ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു മാർക്കും പാടെ തരുമ്പോൾ നമുക്ക് നമ്മുടെ റാങ്ക് നല്ല രീതിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്റ് കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടൊക്കെ മാക്സിമം വീഡിയോ ഈ പറയുന്ന ഗോവ അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. കാരണം അവിടെയൊക്കെ നമുക്ക് ചെയ്താൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഇനി റെയിൽവേയിൽ ചെയ്താൽ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് ഡിയിൽ ഇത്തരം 20% ആ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്, വെയിറ്റേജ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 2 വർഷം അപ്രന്റീഷിപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും ഈ പറഞ്ഞ ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത് കേട്ടോ. അപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല, ഇത് കംപ്ലീറ്റ് ചെയ്തവരുടെ കാര്യമാണ് ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സിനുള്ള പരിഗണനയിൽപ്പെടുത്തുക. അപ്പോൾ അവർക്ക് നിശ്ചിതമായുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്രന്റീഷിപ്പ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്കീം ഉണ്ടാവും, അഡ്വാൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറഞ്ഞ സ്റ്റൈപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുക. നമുക്കതിൽ പിന്നെയും എക്സ്പീരിയൻസ് സെറ്റാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. അത് മാത്രമല്ല ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് നിശ്ചിതമായുള്ളൊരു പ്രിഫറൻസ് അവർ തരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. then അതോടൊപ്പം തന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ പോസ്റ്റും അപ്ലൈ ചെയ്യണം. ഇനി ഇതിൻ്റെ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ പാസ്പോർട്ട് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. വൈറ്റ് ആണെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ്. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും പറ്റും. 450 KB കൂടാൻ പാടില്ല ഫയൽ സൈസ്. ഇനി ഒരു സിഗ്നേച്ചർ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. പ്ലെയിൻ പേപ്പറിൽ
വൈറ്റ് പ്ലെയിൻ പേപ്പറിൽ നിങ്ങൾ എന്താണ് ബ്ലാക്ക് ഇങ്ക് കൊണ്ടായിരിക്കണം സൈൻ ചെയ്യേണ്ടത് കേട്ടോ. അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 450 KB കൂടാൻ പാടില്ല. പിന്നെ SSLCയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തെങ്കിലും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൻ്റെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഒരു MB കൂടാൻ പാടില്ല ഫയൽ സൈസ്. പിന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ റിസർവേഷൻ കാര്യങ്ങൾ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് റിസർവേഷൻ ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ടോ SC ST OBC ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ്. അപ്പോൾ ജനറൽ വാക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ 500 KB അത് കൂടാൻ പാടില്ല. പിന്നെ അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു MB കുറഞ്ഞ കൂടാൻ പാടില്ല കേട്ടോ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഓൺലൈൻ നമ്മൾ ഫീ അടച്ചതിൻ്റെ ട്രാൻസാക്ഷൻ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ ആധാർ കാർഡ് എന്ത് ചെയ്യണം സ്കാൻ ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ സ്കാൻ ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 27 വരെയാണ് സമയം. ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ട സമയമാണ് പറയുന്നത്. ഓക്കെ. ഇനി നാം എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. നിങ്ങൾക്ക് ജോബ് ഓപ്പണിംഗ് കാണാം. അപ്പോൾ നമ്മൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്തത് നമ്മൾ എന്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കാം. ഏത് പോസ്റ്റാണ് നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ഏത് പോസ്റ്റ് നോക്കാം. എല്ലാത്തിൻ്റെ അടിയിൽ അപ്ലൈ ആവുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് പേജ് മാറ്റാൻ പറ്റും. ഇങ്ങനെ പേജ് മാറ്റിയിട്ട് നോക്കാം. അടുത്ത ഇതിലില്ലെങ്കിൽ അടുത്ത 3ാമത്തെ പേജ് നോക്കാം. ഞാൻ 3 പേജിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡ് കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുക. ഞാൻ അപ്പോൾ അതിലേക്ക് അപ്ലൈ ആണെങ്കിൽ ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്. അത് കൊടുക്കുക. നമ്മൾ അത് കൊടുക്കുന്നതിന് നമുക്ക് എന്താണ് അഗ്രി കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ഗൈഡ് ലൈൻസ് ഉണ്ട്, കംപ്ലീറ്റ് വായിക്കുക. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യു ആർ അപ്ലൈയിങ് ഫോർ ദ ജോബ് പോസ്റ്റ് ഓഫ് റെക്കോർഡ് കീപ്പർ എന്നിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് വന്നിരിക്കുന്നത് നോക്കാൻ പറ്റും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ഉണ്ട്, അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ. നമ്മുടെ 10ാം ക്ലാസ്സിലെ ബുക്ക് എന്താണ് SSLC ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ പേര് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക അതേപോലെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ. ഓക്കെ. ശേഷം നമ്മളുടെ ഫാദറിൻ്റെ പേര് എന്താ വെച്ചാൽ നമ്മളത് ഫാദറോ ഹസ്ബൻഡോ നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നത് അവരുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, മിഡിൽ നെയിം കൊടുക്കുക, മദറിൻ്റെ പേര് നിങ്ങൾ അതുപോലെ കൊടുക്കുക. ഓക്കെ. ഇതിനനുശേഷം മെയിലോ ഫീമെയിൽ ഏതാച്ചാൽ സെലക്ട് ചെയ്യുക. അൺമാരീഡോ മാരീഡോ ഏതാച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്റ്റേറ്റ് നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണ് നമ്മൾ കേരള സെലക്ട് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇനി നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ ഏത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണെന്നുള്ളത് കൊടുക്കുക. നിർബന്ധമല്ല കേട്ടോ, വേണമെങ്കിൽ കൊടുത്തത് ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൂടെ അവിടെ കൊടുക്കുക. ഇനി വെരിഫിക്കേഷൻ കോഡ് നമ്മൾ കൊടുക്കുക. അതിൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്ത് പോകേണ്ടത്. ഫില്ല് ചെയ്ത് അങ്ങനെ അതിൻ്റെ കറക്റ്റായിട്ട് ഇങ്ങനെ പോയാൽ മതി നിങ്ങൾ. ഓക്കെ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, കാരണം കൂടുതൽ ആളിപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തു. ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കണം. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഇൻഫർമേഷൻ കുറച്ച് കൊടുക്കാണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അടുത്ത പേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പേജ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ പോയാൽ മതി. ഓക്കെ. ദെൻ റിലീജിയൻ ഏതാണ് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യുക. ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. കാറ്റഗറി ഏതാ വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യുക. ഓക്കെ. ഇനി ഏത് കാറ്റഗറിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ പോസ്റ്റ് നമുക്ക് വേക്കൻസി ഇപ്പം റിസർവ്ഡ് അതായത് ജനറൽ വേക്കൻസിയിലും PWDയിലാണ് വേക്കൻസിയിൽ. അപ്പോൾ അതിൽ ഏതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ കാറ്റഗറിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ശേഷം ഇതിലേക്കാണ് നമ്മൾ കൊടുക്കുക. ദെൻ സബ് കാറ്റഗറിൻ്റെ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. ദെൻ നിങ്ങൾക്ക് ഇവിടെ GSL നമ്മൾ പ്രസൻറ്റ് അതായത് നിലവിൽ അല്ലെങ്കിൽ മുൻപ് എംപ്ലോയി ആയിരുന്നു എന്നുള്ളതാണ്. ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നോ കൊടുക്കുക. അങ്ങനെയുള്ളവർ മുൻപ് എന്തെങ്കിലും അപ്രൻറ്റീഷിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് അവിടെ കൊടുക്കുക കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും കരാർ സെൻറ്ററിന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുന്ന ഡീറ്റെയിൽസ് കൊടുക്കാം. ദെൻ അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ബ്ലാങ്കായിട്ട് വിട്ടാൽ മതി. ഓക്കെ. പിന്നെ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വിടാം. അതുപോലെ എക്സ് അഗ്നിവീർ ആണോ എന്ന് ചോദിക്കുന്നുണ്ടാണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. ഓക്കെ. ഇല്ലെങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ നിശ്ചിതമായുള്ള വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് അങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ പോയാൽ മതി കേട്ടോ. ഒരു വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.